പ്രൈസ് ദി ലോർഡ്. ഒരു വടിക്ക് എന്താണ് പ്രസക്തി? പ്രസക്തി ഈ വടി ആരുടെയാണ്, ആരുടെ കയ്യിലിരിക്കുക, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ടീച്ചർമാരുടെയിലും സാർമാരുടെയിലും ഒക്കെ വടികളുണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ വടികളൊക്കെ ഉണ്ടായിരുന്നു. വടി കണ്ടാൽ അറിയാൻ പറ്റും ഇന്ന സാറിൻ്റെ വടിയാണ്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. അതുപോലെ മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി മോശയുടെ കയ്യിൽ ഇരുന്ന സമയത്ത് ആ വടിക്ക് പറഞ്ഞ പേരെന്താ? മോശയുടെ കയ്യിലിരുന്ന വടി. അതായത് എക്സോഡസ് ചാപ്റ്റർ 4:2 പറയുന്നുണ്ട്, ദൈവം ചോദിക്കും മോശയോട്. ഒത്തിരി കാര്യം പറഞ്ഞിട്ടും മോശ അങ്ങോട്ട് അടുക്കുന്നില്ല ലീഡർഷിപ്പിൻ്റെ അങ്ങോട്ട് എടുക്കാൻ. എന്നിട്ട് നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് ഇപ്പം? എന്നിട്ട് മോശ പറയും, ഒരു വടി. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് ഇങ്ങോട്ടും തന്നേ. ഹല്ലേലൂയ. അതിൻ്റെ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം പറയുന്നത്, മോശ അങ്ങനെ തൻ്റെ ആടുമാടുകളും കുടുംബവും എല്ലാം എടുത്തിട്ട് കഴുതപ്പുറത്ത് വെച്ചിട്ട് പോയി. കൂട്ടത്തിൽ ദൈവത്തിൻ്റെ വടിയും ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം. നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ച് കഴിയുമ്പം അതിന് അസാധാരണമായിട്ടുള്ള അധികാരവും പവറും ഡെലിവറൻസും ഉണ്ടാവും. നമ്മുടെ എന്ത് വിഷയമാണോ അത് നമ്മൾ കൈവെക്കാൻ നമ്മൾ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ച്, പിന്നെ അത് കർത്താവിൻ്റെ ആവും വിഷയം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വിടുതൽ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ ഏറ്റവും അധികമായിട്ട് അത് കർത്താവ് ചെയ്തിരിക്കും. ഒരു രോഗമായിക്കോട്ടെ, ഒരു സാമ്പത്തിക വിഷയമായിക്കോട്ടെ, എന്ത് സാഹചര്യമായിക്കോട്ടെ, നമ്മൾ ഏൽപ്പിക്കേണ്ടവനെ ഏൽപ്പിക്കുക. അതിനെ അത്ഭുതകരമായിട്ട് മാറ്റി കർത്താവ് തരും. വെരി പവർഫുൾ. പിന്നീട് നമ്മൾ വായിച്ചാൽ അറിയാം ആ ഒരു വടി എത്ര പവർഫുള്ളായിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്. മോശയുടെ വടിയായിരുന്നപ്പോൾ അത് വടിയായിരുന്നു. ദൈവത്തിൻ്റെ വടിയായപ്പോൾ അത് വലിയ പവർഫുള്ളായിട്ട് മാറി. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുക. ഏറ്റവും അനുഗ്രഹമായി, ഏറ്റവും ഫലപ്രദമായും അത് കായ്ക്കും. ബ്ലെസ് യു.